ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സരി, കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. കാരണം ഇപ്പം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ദമ്പതികൾ ഒരുപാട് കാലം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വരുമ്പോൾ എന്നിട്ടും അവർ ഒരുമിച്ച് സെപ്പറേറ്റഡ് ഒന്നും ആവാതെ തന്നെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം ദത്തെടുത്താലോ എന്നുള്ളത് കുട്ടീനെ. അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ അങ്ങനെ ദത്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ മറ്റ് പ്രൊസീജിയർ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ, രശ്മി ഇത് ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഈ നിയമങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഞാൻ കൺസൾട്ടേഷന് പോകുമ്പോൾ അവിടെ പല കപ്പിൾസും എൻ്റെ അടുത്ത് സന്ദർശിക്കാറുണ്ട്. ഇതിൻ്റെ കൺസെൻറ്റ് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇവരുടെ മാനസികാവസ്ഥ, ഈ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്യണം. ഇപ്പോൾ അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും നിങ്ങളെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അതിന് വില്ലിങ് ആണെന്നും നിങ്ങളുടെ മെൻ്റൽ സ്റ്റാറ്റസ് അതിന് ഓക്കെ ആണെന്നും ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. അത് ഞാൻ നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട്, അതായത് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ആയതായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കുട്ടികളില്ലാത്ത ഇഷ്ടംപോലെ കപ്പിൾസ് ഉണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, കുട്ടികളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ഗൈനക്കോളജിസ്റ്റുകളെയും മറ്റുള്ളവരൊക്കെ കാണും, എന്തെങ്കിലും തകരാറുകളൊക്കെ ഉണ്ടോ നോക്കും. ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് തകരാറുണ്ടാവും. ആണിൻ്റെ സൈഡാണെങ്കിലും പെണ്ണിൻ്റെ സൈഡാണെങ്കിലും അതിന് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യും. ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്കറിയാം, ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ തന്നെ ധാരാളം ഉണ്ട്. സാധാരണ മെഡിക്കൽ കോളേജ് സെറ്റപ്പിലൊന്നും അല്ലാതെ പ്രൈവറ്റ് സെറ്റപ്പിലൊന്നും അഡ്വാൻസ് ടെക്നോളജീസ് ഒന്നും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കാതെ വരുന്ന കുറേ വിഭാഗം ആളുകളുണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. സാധാരണ ഇതിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ഭയങ്കര എക്സ്പെൻസീവ് ആവുക, അല്ലെങ്കിൽ അത് നടക്കാൻ പ്രയാസമെന്ന് പറയുമ്പോൾ രണ്ടിലേതെങ്കിലും ഒരാൾ ചിലപ്പോൾ മൂഡ് ഔട്ടാവും. ചിലപ്പോൾ എൻ്റെ തകരാറാണെങ്കിൽ പെണ്ണിൻ്റെ സൈഡിൽ നിന്നുള്ള മൂഡ് ഔട്ട് വരും. കാരണം ഇയാളുടെ തകരാറ് കാരണം ഞാൻ കൂടി എൻ്റെ ലൈഫ് എന്തിന് കളയണം. ഇനിയിപ്പോൾ പെണ്ണിൻ്റെ സൈഡിലാണ് പ്രശ്നമെങ്കിൽ ഞാൻ ചിന്തിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും എന്നെ അതിനൊരു ഇൻസ്പിറേഷൻ തരും, അവളെ തകരാറാണല്ലോ, പിന്നെ നീ എന്തിനാ അതിനിങ്ങനെ സഫർ ചെയ്യണം, നിനക്കൊരു ലൈഫൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളെ മൈൻഡ് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വേറൊരു കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേഷനിലേക്കൊക്കെ വഴി തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളിൽ നമുക്ക് കാണാം. എന്തൊക്കെയായാലും ഞാനും എൻ്റെ വൈഫുമായിട്ട് കല്യാണം കഴിഞ്ഞു, ഞങ്ങൾ നമ്മളെ കെമിസ്ട്രിയിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ അതർവൈസ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആകെയുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് കുട്ടികളെ തന്നില്ല. അതിപ്പോൾ ആരുടെ പ്രശ്നമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ബ്ലെയിം ചെയ്യാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ പറയുന്ന ഇഷ്ടംപോലെ കപ്പിൾ വരാറുണ്ട്. അങ്ങനെ വരുന്നവരാണ് പിന്നെ നമ്മൾ പല ആളുകൾ പറഞ്ഞിട്ടോ എങ്ങനെ കേട്ടിട്ടൊക്കെ ഈ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാനായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലത്തെ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ? അപ്പോൾ രശ്മിക്ക് ഫോഴ്സ് ചെയ്തിട്ടാണോ ഇങ്ങനെ തീരുമാനം എടുത്തത്? നിങ്ങൾ ആരെങ്കിലും നിർബന്ധിതമാവാൻ പാടില്ല, നിങ്ങൾക്ക് തന്നെ സ്വയം. അതിൻ്റെ വേറബോട്ട്സ് മുഴുവൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിൻ്റെ പോസിറ്റീവ്, അതായത് ചെറിയ കൊച്ചാകുമ്പോഴാണ് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആ കൊച്ചിനപ്പോൾ എട്ടും മുട്ടും അറിയലുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുട്ടി ഇനി വളർന്നു വരുമ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് നിന്നുള്ള പല ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആൻസറബിളാണ് ചെയ്യണം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആവണം. അപ്പോൾ നിങ്ങൾ മെൻ്റലി അതിന് ഫിറ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അതിൻ്റെ വേറബോട്ട്സ് പ്ലസും മൈനസൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്നെ ലീഗലി തന്നെയാണോ നിങ്ങൾ എടുത്തത്? ലീഗലി അല്ലാതെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഒന്നും ക്ലിയർ അല്ലാതെ എടുത്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ പല സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അതിൽ ഗ്രിപ്പ് ഉണ്ടാവില്ല. കാരണം ഈവൺ ഇപ്പോൾ DNA ടെസ്റ്റുകളടക്കം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ അവിടെ ഒന്നും ആവില്ല. ഓക്കെ, അത് ഈ ആണിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ വല്ല ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു കുട്ടീനെ നിങ്ങൾക്ക് പെൺകുട്ടിയാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചെടുക്കേണ്ട തീരുമാനമാണ്. നിങ്ങളെ മാത്രം ഒരാൾ തീരുമാനമല്ല, നിങ്ങളെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കൂടി തീരുമാനം എടുക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ ആ കുട്ടീനെ എടുക്കേണ്ടത്. കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ വളരെ ഹാപ്പി ആയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നെ നമ്മൾ കോൺട്രവേഴ്സീസോ പിന്നെ നമ്മൾ സംസാരങ്ങളോ പിന്നെ ഞാൻ മറ്റൊരു നിർബന്ധിച്ചുകൊണ്ട് എടുത്താണെന്നോ
എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു, ഞാൻ മനസ്സോടെടുത്തതാണ്, അങ്ങനെ ഒരു വർത്തമാനമേ നമ്മൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അത് ഫുൾ പോസിറ്റീവ് ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അത്തരം വിഷയങ്ങൾ ഈ കുട്ടി കേൾക്കാൻ ഇടവരികയാണെങ്കിൽ, കുറച്ച് ഗ്രോത്ത് വന്നതിന് ശേഷം കേൾക്കാൻ വരികയാണെങ്കിൽ കൂടി ആ കുട്ടീനെ നെഗറ്റീവായിട്ട് ഒത്തിരി ബാധിക്കും. അതൊക്കെ തിരിച്ച് റിവേഴ്സായിട്ട് വരാനും ചാൻസസ് വെരി ഹൈ. പിന്നെ അഡോളസെൻ്റ് ഏജിലേക്ക് എത്തുമ്പോൾ, അത്യാവശ്യം കുട്ടി വലുപ്പത്തിലേക്കൊക്കെ എത്തുമ്പോൾ, സ്കൂളിലൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലീഗലി എടുത്താണെങ്കിൽ നമ്മളായിരിക്കും അപ്പോൾ അവിടെ പേരൻസിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തതെങ്കിലും എവിടെന്നെങ്കിലും ഈ ന്യൂസ് ലീക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് എവിടെയെങ്കിലും ലീക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് തിരിച്ച് പ്രതീക്ഷിക്കാം എപ്പോഴും. അപ്പോൾ എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അമ്മ ആരാണ്, നിങ്ങൾ സത്യം പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് റിവെഞ്ച് സ്റ്റൈലിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ കൊച്ചിനെ അതിൻ്റെ മാനസികാവസ്ഥ നോക്കിയിട്ട്, ആ കുട്ടിയുടെ മാനസികാവസ്ഥ നോക്കിയിട്ട് ഗ്രാജ്വലി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ ആ കൊച്ചിന് അപ്പം ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ആ കൊച്ച് ചിലപ്പോൾ ചോദിക്കും എൻ്റെ റിയൽ അച്ഛൻ ആരാണ്, റിയൽ അമ്മ ആരാണ്, അതെനിക്കൊന്ന് കാണണം എന്നൊക്കെ. അത് ചിലപ്പോൾ വീണ്ടും ഇമോഷൻ പ്രശ്നത്തിലേക്ക് എത്തുകയും ചിലപ്പോൾ കണ്ടീഷനൊക്കെ വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. കാരണം ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ കാണണമെന്നൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ എനിക്ക് അയാളുടെ റിവഞ്ചാണ് വരും. കാരണം എൻ്റെ അപ്പൻ എന്നെ ഒഴിവാക്കിയാൻ തയ്യാറായില്ല, അയാളുടെ ഒരു മാനസികാവസ്ഥ, അയാളുടെ മനസ്സിൻ്റെ ഒരു കാഠിന്യമൊക്കെയാണ് എൻ്റെ ചിലപ്പോൾ മനസ്സിൽ ചിലപ്പോൾ വരിക. ചിലപ്പോൾ അങ്ങനെ വന്നോളന്നില്ല, എന്നാലും വരാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട്, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളുണ്ട്, ഞാനതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അഷ്യൂർ ചെയ്തിട്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തിയും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവും. പിന്നെ പൊതുവേ ഈ കുട്ടികളില്ലാത്ത ആളുകൾ, ഇനിയിപ്പോൾ അഡോപ്റ്റൊന്നും ചെയ്യാത്ത ആളുകൾ തന്നെ, അതിൻ്റെ ഒരു മനഃശാസ്ത്ര വശം ഞാൻ ശരിക്ക് നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളെ കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കുന്നു. പക്ഷെ അതൊരു ടെമ്പററിയാണ്. യൂഷ്വലി കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളെ കാണുമ്പോൾ സന്തോഷമൊക്കെ കാണും, അത് ടെമ്പററി. പക്ഷെ കൂടുതൽ സമയം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അവർ അങ്ങനെ ഒരു ലൈഫിന് ലീഡ് ചെയ്തിട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് അധികം ടോളറബിലിറ്റി അവർക്ക് കിട്ടില്ല, ടോളറേറ്റ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഒക്കേഷനോ എന്തെങ്കിലും ഔട്ടിങ്ങിനോ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളില്ലാത്ത ഒരാൾക്കാരുടെ കപ്പിൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ അവരെ കൂടെ വല്ലാതെ ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ അവർക്കത് ഡിസ്കംഫർട്ടാണ്. ശരിക്കും നമ്മൾ വിചാരിക്കും ഒരു കുട്ടി ഇല്ലാത്തതല്ലേ അവർക്ക് ഇതായിക്കോട്ടെ എന്ന്. പക്ഷെ അവർ ഓരോ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാത്തിനും നമ്മളെ മൈൻഡ് കൺട്രോളാണ് പ്രധാനം. നമ്മളെ മൈൻഡിനെ നമ്മൾ പിടിച്ചോടുത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് പലതരത്തിലും ചിലപ്പോൾ നമ്മളെ ചതിച്ചേക്കാം. അപ്പോൾ അതിലേക്കൊന്നൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസും ഗൈഡ് ലൈൻസൊക്കെ അതിൻ്റെ എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാരുടെ നിന്ന് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അഡോപ്ഷനെ കുറിച്ചാണ് സാർ പറഞ്ഞു തന്നത് നമുക്ക്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ, തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചോദ്യങ്ങൾക്കേ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ആ ഒരു എപ്പിസോഡ് സമയപരിധി കാരണം. ഇനിയും ഞങ്ങളെ എഴുതി അറിയിക്കുക. തീർച്ചയായും നമ്മൾ അടുത്ത എപ്പിസോഡിലും അതിൻ്റെ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.